നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. നീ ഇന്നലെ അടിച്ച ബ്രാൻഡിന്റെ പവറില് മെഷീൻ ശബ്ദം ഉണ്ടാക്കും. ഡ്രങ്ക് ആൻഡ് ഡ്രൈവിന് നിന്നെ അവര് പിടിച്ചോണ്ട് പോയി കേസും ചാർജ് ചെയ്യും. ഞാൻ മനഃപൂർവ്വം നിന്നെ കാറുകൊണ്ട് ഇടിക്കാൻ നോക്കിയതാ. നീ പോലീസിനെ വിളിയടാ. വിളിക്കേ. എന്താ വിളിക്കുന്നില്ലേ? താൻ അവരെ കൊണ്ട് വീട്ടിലേക്ക് വരരുത്. തന്റെ മകൾ വിദേശത്തുനിന്ന് വന്നത് അറിയാതെ തന്നെ കാണാൻ ഞാൻ ഇറങ്ങിയ. ശരിക്കും ഞാൻ വന്നത് തന്നോടൊരു സഹായം ചോദിക്കാനാ. എന്താ വേണം? എന്തു പറ്റി? എന്തോ കാര്യമായ പ്രശ്നത്തിലാണ് താനെന്ന് എനിക്ക് മനസ്സിലായി. താൻ കാര്യം പറയേ. ഇതെന്റെ ഒരു രീതിയാ. ഇനി എന്റെ അച്ഛനും അമ്മയും എന്നോട് കാശ് ചോദിച്ചാൽ പോലും ഞാൻ തെളിവിന് മുദ്രപത്രത്തിൽ ഒപ്പിടിപ്പിക്കും. 10 ലക്ഷം രൂപ നിനക്ക് തിരിച്ചു തരുന്നത് വരെ ഈ സ്വർണം ഈടായി നിനക്ക് കൈവശം വെക്കാം. എഗ്രിമെന്റ് തീരാൻ സമയമായി. തനിക്ക് ബുദ്ധിമുട്ടാവില്ലെങ്കിൽ എനിക്ക് കുറച്ച് കാശ് തന്ന് സഹായിക്കാവോ? ഞാൻ കൃത്യമായി പലിശ തരാടോ. എന്തു വർത്തമാനാ വേണോ നീ പറയുന്നത്? നമ്മൾ തമ്മിലുള്ള ബന്ധം അങ്ങനെയാണോ? എന്താ ഞാൻ ചെയ്യുക? കയ്യിൽ കാശൊന്നും ഇരിപ്പില്ല. നീ ഒന്ന് ശ്രമിച്ചു നോക്ക് രാമകൃഷ്ണ. എടോ, എനിക്കൊരു പാർട്ടി 1 ലക്ഷം രൂപ തരാനുണ്ട്. മിക്കവാറും നാളെ അത് കയ്യിൽ വരും. കാശ് കയ്യിൽ വന്നാൽ ഞാൻ അപ്പൊ തന്നെ വിളിക്കാം. എന്താ അതുപോലെ? മതി, അത് മതി. എങ്കിൽ താമ്പാ, നമുക്ക് വീട്ടിൽ ചെന്ന് എന്തെങ്കിലുമൊക്കെ കഴിച്ച് കുറച്ച് വർത്തമാനമൊക്കെ പറഞ്ഞ് പിരിയാം. ഇപ്പൊ വേണ്ടടോ. അതിനുള്ളൊരു മാനസികാവസ്ഥയിലല്ല ഞാൻ പിന്നീട് ഒരിക്കൽ വരാം. നാളെ താൻ വിളിക്കാൻ മറക്കരുത്. എന്താ രാജു, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇല്ല മാഡം. എന്നാലും രാജു മദ്യപിക്കുന്ന ആളാണെന്ന് ഞാൻ തീരെ പ്രതീക്ഷിച്ചില്ല കേട്ടോ. എന്റെ പൊന്ന് ഋതിക മാഡം, എന്റെ അവസ്ഥ ഇങ്ങനെ ചൂഷണം ചെയ്യല്ലേ. ഞാൻ മദ്യപിക്കൊന്നുമില്ല. എനിക്കറിയില്ല ഇന്നലെ എന്താ സംഭവിച്ചതെന്ന്. ആളെ കൊല്ലാനായിട്ട് എവിടെ നോക്കിയാണ് വണ്ടി ഓടിക്കുന്നത്? ഋതിക മാഡം ഇറങ്ങിക്കേ. എന്ത് പണിയാ അവൻ കാണിച്ച? നല്ല 2 വർത്താനം പറഞ്ഞാലേ ശരിയാവും. രാജു, പുറത്തൊക്കെ എന്താ ഒരു ചൂടല്ലേ? നീയോ? അതെ, ഞാൻ തന്നെ. നീ എന്ത് പണിയായി കാണിച്ച? ഞാൻ ഋതിക മാഡം ബൈക്കിൽ നിന്ന് വീണനെ. അതിന് ഞാൻ എന്ത് ചെയ്തു? ഞാൻ മര്യാദക്കല്ലേ കാർ ഓടിച്ചേ. നീ നോക്കി ബൈക്ക് ഓടിക്കണായിരുന്നു. മേലോട്ട് നോക്കി കൊഞ്ചിക്കൊഴഞ്ഞ ബൈക്ക് ഓടിച്ചിട്ട് നീ എന്നെ കുറ്റം പറയുന്നു. ദീപകെ, നീ വെറുതെ എന്നെ ദേഷ്യം പിടിപ്പിക്കല്ലേ. നീ മദ്യപിച്ചിട്ടുണ്ടോ രാജു? നിന്റെ നാക്ക് ഒഴിയുന്നുണ്ടല്ലോ. നീ തോന്നിയ ദിവസം പറഞ്ഞാലുണ്ടല്ലോ. നിനക്കേ ഇന്നലെ അടിച്ചതിന്റെ കെട്ടുവിട്ടിട്ടില്ലെന്ന് തോന്നുന്നു. അതാ നീ ഇങ്ങനെ പിച്ചും പേയൊക്കെ പറയുന്നത്. നല്ലൊരു ഗ്ലാസ് തണുത്ത മോരുമ്പളം മാച്ച് കുടിക്കേ, കെട്ടുവിടും. ദീപകെ, നീ എന്റെ ക്ഷമ പരീക്ഷിക്കരുത്. ശരി, നിനക്ക് സംശയം ഉണ്ടെങ്കിൽ നമുക്ക് പോലീസിനെ വിളിക്കാം. അവര് വരട്ടെ. ഞാൻ നിന്റെ ബൈക്കില് എന്റെ കാറുകൊണ്ട് ഇടിച്ചിടാൻ തുടങ്ങിയ നീ അവരോട് പറയും. നീ മദ്യപിച്ചാണ് ബൈക്ക് ഓടിച്ചെന്ന് ഞാനും അവരോട് പറയാം. അവരുടെ കയ്യിൽ മെഷീൻ ഉണ്ടല്ലോ, അതിലൂതിയാൽ നീ ഇന്നലെ അടിച്ച ബ്രാൻഡിന്റെ പവറില് മെഷീൻ ശബ്ദം ഉണ്ടാക്കും. ഡ്രങ്ക് ആൻഡ് ഡ്രൈവിന് നിന്നെ അവര് പിടിച്ചോണ്ട് പോയി കേസും ചാർജ് ചെയ്യും. ഞാൻ മനഃപൂർവ്വം നിന്നെ കാറുകൊണ്ട് ഇടിക്കാൻ നോക്കിയതാ. നീ പോലീസിനെ വിളിയടാ. വിളിക്കേ. എന്താ വിളിക്കുന്നില്ലേ? അച്ചോടാ, ഓ പേടിച്ചു പോയോ? സാരമില്ല, ചേട്ടൻ പോലീസിനെ വിളിക്കില്ല കേട്ടോ. എന്നാ ചേട്ടൻ പോട്ടെ. ഋതിക മാഡം ഇവിടെ. ഋതിക മാഡം, ഋതിക മാഡം. സ്വിച്ച് ഓഫ്. ദീപക്, അവൻ എന്തിനാ ഞങ്ങളെ ഫോളോ ചെയ്ത് വന്നേ? ഇനി അവൻ ഋതിക മാഡത്തെ കിഡ്നാപ്പ് ചെയ്ത് കാണും. ഈശ്വര. രാജു, പോലെ
എവിടെ പോയതാ? എങ്ങോട്ടെങ്കിലും പോവാണെങ്കിൽ ഒന്ന് പറഞ്ഞിട്ട് പോക്കൂടെ? എന്ത് സ്വഭാവം ഇത്? പെട്ടെന്ന് കൂടെ നിൽക്കുന്ന ആളെ കാണാണ്ടായ എന്താ വിചാരിക്കണ്ടേ? കുറച്ചെങ്കിലും ഒരു മര്യാദ വേണ്ടേ? അതും അവൻ ഇവിടെ വന്ന സമയത്ത് ഋതിക മാഡത്തിനെ കാണാതായ അതെനിക്ക് ടെൻഷൻ ആവില്ലേ? മാഡം ഇത് എവിടെ പോയതാ? ഞാൻ ദേ അവിടെ മറിഞ്ഞു നിൽക്കായിരുന്നു. മറഞ്ഞു നിൽക്കായിരുന്നു? എന്തിന്? അല്ല, എന്നെ കാണാണ്ടായ രാജുവിന്റെ റിയാക്ഷൻ എന്താണെന്ന് അറിയാൻ. രാജുവിന് എന്നോട് സ്നേഹമുണ്ടോന്ന് അറിയാൻ വേണ്ടി. ഇപ്പൊ എനിക്ക് മനസ്സിലായി, രാജുവിന് എന്നെ ഒരുപാട് ഇഷ്ടമാണെന്ന്. എന്താ പറഞ്ഞേ? അല്ല, എന്നെ ഇഷ്ടാണോന്ന് ടെസ്റ്റ് ചെയ്യാൻ. ഋതിക മാഡത്തെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. എല്ലാം ഞാൻ വരുത്തി വെച്ചതല്ലേ. സപ്പോർട്ടിന് ആരും ഇല്ലാത്തൊരു പാവം അല്ലേന്ന് ഓർത്ത്. പിന്നെ വർമ്മ സാറിന്റെ മകളല്ലേ എന്നുള്ളൊരു ഒറ്റ കാരണം കൊണ്ടാ ഞാൻ കുറച്ച് സ്വാതന്ത്ര്യം തന്നതും അടുപ്പം കാണിച്ചതും. ആ ഒരു ഒറ്റ കാരണം കൊണ്ടാ. തുടങ്ങി എന്താ തുടങ്ങി പഴം പുരാണോന്ന്. അതെ, ഞാൻ ഇത്തിരി പഴഞ്ചന. അതുകൊണ്ട് തന്നെ പഴം പുരാണേ എനിക്ക് വശമുള്ളൂ. ഋതിക മാഡം വലിയ അറിവുള്ള ആളാണല്ലോ. രാജു, വേണോങ്ങള് രാജു, വേഗം ടാക്സി വിളിക്കും. വേണോങ്കിൽ എന്താ പറ്റിയത്? വേണോങ്കിൽ വേണോങ്കിൽ രാജു, പേടിക്കണ്ട. ഇത് ഈ കാലാവസ്ഥയുടെയാ. നല്ല ചൂടല്ലേ, ശരീരം ഡീഹൈഡ്രേറ്റ് ആയിട്ടുണ്ടാവും. ഒരു ഡ്രിപ്പിട്ട ശരിയായിക്കോളൂന്നേ. പേടിക്കാതെ രാജു. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.